ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. വേറൊന്നുമല്ല, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, അവൻ ഇത്ര വേഗം വന്നു, അവൾ ഇത്ര വേഗം പോയോ, നിന്റെ പരീക്ഷ ഇത്ര വേഗം കഴിഞ്ഞോ, നീ ഇത്ര വേഗം പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഈ ഇത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെ. അപ്പോ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈ ഇത്ര എന്ന് പറയാൻ വേണ്ടിയിട്ട് പല വേർഡ്സുകളുമാണ് നമ്മൾ പല സിറ്റുവേഷനിലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതേക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. ഏതൊക്കെ വേർഡ്സുകളാണ് നമ്മൾ ഇത്ര എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് സെന്റൻസുകളിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നീ ഇത്ര നേരത്തെ വന്നോ, നീ ഇത്ര നേരത്തെ വന്നു എങ്ങനെ ചോദിക്കുക? നീ വന്നു, ഡിഡ് യു കം എന്നാണ് അല്ലെ. ഇത്ര നേരത്തെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ദിസ് ഏർലി എന്നാണ് അല്ലെ. ദിസ് ഏർലി, ഇത്ര നേരത്തെ. ഡിഡ് യു കം ദിസ് ഏർലി, നീ ഇത്ര നേരത്തെ വന്നോ. അവൾ ഇത്ര വേഗം പോയോ, അവൾ ഇത്ര വേഗം പോയോ, അവൾ പോയോ. ഡിഡ് ഷി ഗോ, ഇത്ര വേഗം. ഡിഡ് ഷി ഗോ ദിസ് ഏർലി അല്ലേ. ഇത്ര വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നേരത്തെ എന്നാണ്. അപ്പം ഡിഡ് ഷി ഗോ ദിസ് ഏർലി, അവൾ ഇത്ര നേരത്തെ പോയോ, അല്ലെങ്കിൽ അവൾ ഇത്ര വേഗം പോയോ. ഓക്കെ, നിനക്ക് ഇത്ര വേഗം സീറ്റ് കിട്ടിയോ. ബസ്സിലാകാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പം സ്കൂളിലെ കോളേജിലൊക്കെ സീറ്റ് കിട്ടിയോ, ഇങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പം നിനക്ക് ഇത്ര വേഗം സീറ്റ് കിട്ടിയോ എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ഗെറ്റ് എ സീറ്റ് ദിസ് ക്വിക്ക്ലി, ഡിഡ് യു ഗെറ്റ് എ സീറ്റ് ദിസ് ക്വിക്ക്ലി, ദിസ് ക്വിക്ക്ലി, നിനക്ക് ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ നിനക്ക് ഇത്ര വേഗം സീറ്റ് കിട്ടിയോ. അവന്റെ സ്കൂൾ ഇത്ര വേഗം വിട്ടോ, അവന്റെ സ്കൂൾ ഇത്ര വേഗം വിട്ടോ എങ്ങനെ ചോദിക്കുക? ഹിസ് സ്കൂൾ ഗെറ്റ് ഓവർ, ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടുക എന്നുള്ളതാണ്. അപ്പൊ ഗെറ്റ് ഓവർ ദിസ് ഏർലി, ഡിഡ് ഹിസ് സ്കൂൾ ഗെറ്റ് ഓവർ ദിസ് ഏർലി, അവന്റെ സ്കൂൾ ഇത്ര വേഗം വിട്ടോ. ഓക്കെ, ഇവിടേക്ക് നമ്മൾ ദിസ് ആണ് കേട്ടോ. ദിസ് മാത്രമല്ല, ഇത്ര എന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്ന സെന്റൻസുകളൊക്കെ കാണണം. നീ ഇത്ര നേരത്തെ എഴുന്നേറ്റോ, നീ ഇത്ര നേരത്തെ എഴുന്നേറ്റോ. ഡിഡ് യു വേക്ക് അപ്പ് ദിസ് ഏർലി, ഡിഡ് യു വേക്ക് അപ്പ് ദിസ് ഏർലി, ഇത്ര വേഗം എഴുന്നേറ്റോ. അവർ ഇത്ര നേരത്തെ ഇറങ്ങിയോ, അവർ ഇത്ര നേരത്തെ ഇറങ്ങിയോ. ഡിഡ് ദേ ലീവ് ദിസ് ഏർലി, ഡിഡ് ദേ ലീവ് ദിസ് ഏർലി, അവർ ഇത്ര നേരത്തെ ഇറങ്ങിയോ. ഇറങ്ങിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറപ്പെട്ടോ എന്നുള്ളതാണ്. ഞങ്ങൾ ഇത്ര നേരത്തെ വന്നിട്ടും നിന്റെ ജോലി കഴിഞ്ഞില്ലേ, ഞങ്ങൾ ഇത്ര നേരത്തെ വന്നിട്ടും നിന്റെ ജോലി കഴിഞ്ഞില്ലേ. ഹാവന്റ് യു ഫിനിഷ്ഡ് യുവർ വർക്ക് ഈവൻ ദോ വി കെയിം ദിസ് ഏർലി, ഞങ്ങൾ ഇത്ര നേരത്തെ വന്നിട്ടും നിന്റെ ജോലി കഴിഞ്ഞില്ലേ. ഓക്കെ, ഞാൻ ഇത്ര വഴക്ക് പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ. നമ്മൾ മക്കളോടൊക്കെ ചോദിക്കാറുണ്ടല്ലേ, ഞാൻ ഇത്ര വഴക്ക് പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ എങ്ങനെ ചോദിക്കുക? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്, നിനക്ക് മനസ്സിലായില്ലേ. ഈവൻ ആഫ്റ്റർ അല്ലേ, ഈവൻ ആഫ്റ്റർ എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഞാൻ ഇത്ര പറഞ്ഞിട്ട്. ഈവൻ ആഫ്റ്റർ ഐ എക്സ്പ്ലെയിൻഡ് ഇറ്റ് സോ മെനി ടൈംസ്. ഇവിടെ ഇത്ര എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത് സോ എന്നാണ്. കഴിഞ്ഞ സെന്റൻസുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? ദിസ് എന്നാണ്. ശ്രദ്ധിക്കണം. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഈവൻ ആഫ്റ്റർ എക്സ്പ്ലെയിൻഡ് ഇറ്റ് സോ മെനി ടൈംസ്. ഓക്കെ, അപ്പൊ നമ്മുടെ സെന്റൻസിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരും കേട്ടോ ഇത്ര എന്ന് പറയുമ്പോൾ. ഓക്കെ, അതിന് ഇത്രയൊക്കെ പറയാനുണ്ടോ? എന്തോ ഒരു സിമ്പിളായ കാര്യമാണ്. അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട്, അതിന് ഇത്രയൊക്കെ പറയാനുണ്ടോ അല്ലെ. ഈസ് ദർ റിയലി ദാറ്റ് മച്ച് ടു സേ അബൌട്ട് ഇറ്റ്. ഇവിടെ നമ്മൾ ഇത്ര എന്ന് പറയാൻ വേണ്ടിയിട്ട് ദാറ്റ് മച്ച് ആണ് അല്ലെ. അപ്പൊ സോ മെനി, സോ മച്ച്, അതുപോലെ ദാറ്റ് മച്ച്, അതുപോലെ ദിസ് ഏർലി, ഇങ്ങനെയാണ് നമ്മൾ ഇത്ര എന്ന് പറയാൻ വേണ്ടിയിട്ട്. നീ ഇത്ര വൈകിയത് എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. നീ ഇത്ര വൈകിയത് എന്തുകൊണ്ടാണ്? വൈ ആർ യു സോ ലേറ്റ്, വൈ ആർ യു സോ ലേറ്റ്. ഇവിടെ സോ ലേറ്റ്. ഓക്കെ, ഇതിന് ഇത്ര വില എന്താണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ. ഒരു വസ്തു നമ്മൾ വാങ്ങുമ്പോൾ ഇതിന് ഇത്ര വില എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിന് ഇത്ര വില കൂടിയത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, വൈ ഈസ് ദിസ് സോ എക്സ്പെൻസീവ്, വൈ ഈസ് ദിസ് സോ എക്സ്പെൻസീവ്, ഇതിന് ഇത്ര വില കൂടിയത് എന്താണ്. അപ്പോൾ എവിടെയാണ്, എപ്പോഴാണ് സോ യൂസ് ചെയ്യുക, എവിടെയാണ് ദിസ് യൂസ് ചെയ്യുക, എവിടെയാണ് ദാറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് അവസാനം പറയാട്ടോ. അവൾ ഇത്ര സന്തോഷവതിയായത് എന്തുകൊണ്ടാണ്, അവൾ ഇത്ര സന്തോഷവതിയായത് എന്തുകൊണ്ടാണ്. Why is she so happy? Why is she so happy? അവൾ ഇത്ര സന്തോഷവതിയായത് എന്തുകൊണ്ടാണ്. ഓക്കെ, ഇത്ര ആളുകൾ ഇവിടെ എന്തിനാണ് വന്നത് ചോദിക്കാറുണ്ടല്ലോ. ഇത്ര ആളുകൾ ഇവിടെ എന്തിനാണ് വന്നത്? Why have so many people come here?
Why have so many people come here? നിനക്ക് ഇത്ര പണം എവിടെ നിന്നാണ് കിട്ടിയത്? നിനക്ക് ഇത്ര പണം എവിടെ നിന്നാണ് കിട്ടിയത്? ഇതൊക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് അല്ലെ? Where did you get this much money? Where did you get this much money? ഇവിടെ this much ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്ര ഭക്ഷണം ആര് കഴിക്കും? ഇത്ര ഭക്ഷണം ആര് കഴിക്കും? Who will eat this much food? Who will eat this much food? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണണം. ഇത് എപ്പോ എവിടെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇത്ര നേരം നീ എവിടെയായിരുന്നു ചോദിക്കാറില്ലേ നമ്മൾ? ഇത്ര നേരം നീ എവിടെയായിരുന്നു? Where were you for so long? Where were you for so long? ഇത്ര നേരം നീ എവിടെയായിരുന്നു? നീ ഇത്ര പുസ്തകങ്ങൾ എന്തിനാണ് വാങ്ങിയത്? നീ ഇത്ര പുസ്തകങ്ങൾ എന്തിനാണ് വാങ്ങിയത്? Why did you buy this many books? Why did you buy this many books? ഇത്ര ദൂരം നടക്കേണ്ട ആവശ്യമില്ല അല്ലേ? നമുക്കറിയാം ആ സ്ഥലം. ഇത്ര ദൂരം നടക്കേണ്ട ആവശ്യമില്ല. You don't need to walk this far. You don't need to walk this far. ഇത്ര നേരത്തെ ആരാണ് വരുന്നത് അല്ലേ? ഇത്ര നേരത്തെ ആരാണ് വരുന്നത്? ഇപ്പൊ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും, ഇത്ര നേരത്തെ ആരാണ് വരുന്നത്? Who comes this early? Who comes this early? അപ്പോ ഇത്രയും സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇത്ര എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. നിന്റെ പരീക്ഷ ഇത്ര വേഗം കഴിഞ്ഞോ? നിന്റെ പരീക്ഷ ഇത്ര വേഗം കഴിഞ്ഞോ? എങ്ങനെ ചോദിക്കും എന്നുള്ളതൊന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. ഇനി നമ്മൾ ഈ ഇത്ര ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ വേർഡ്സുകളൊക്കെ യൂസ് ചെയ്യുക എന്ന് നോക്കാം. ദിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം ഒരു സമയം, ദൂരം, അളവുകൾ, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സെന്റൻസുകളിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ദിസ് നമ്മൾ ഏതിലൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന്. ഒരു അളവ് പറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദൂരം പറയാൻ വേണ്ടിയിട്ടും പിന്നെ സമയം അല്ലെ, ഇത്ര നേരത്തെ എഴുന്നേറ്റോ, ഇത്ര വേഗം വന്നോ പോയോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആ ഒരു സമയം പറയാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ദിസ് യൂസ് ചെയ്യുക, ഇത്ര എന്ന് പറയാൻ വേണ്ടിയിട്ട്. സോ പൊതുവായിട്ട് നമ്മൾ ഒരുപാട് സെന്റൻസുകളിൽ കാണാറുണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഊന്നി പറയുന്ന സിറ്റുവേഷനിൽ. നമ്മൾ സെന്റൻസുകളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇങ്ങനെ പറയും, നീ ഇത്ര വൈകിയത് എന്താണ്? ഇങ്ങനെ ഊന്നി പറയുമല്ലോ, നീ ഇത്ര വൈകിയത് എന്താണ്? വല്ലാത്തൊരു വൈകിയിട്ടുള്ളത്. ആ ഒരു സമയത്ത് നമ്മൾ സോ യൂസ് ചെയ്തിട്ട് പറയും, വൈ ആർ യു സോ ലേറ്റ്? അവിടെ നമ്മൾ സോ ആണല്ലോ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സോ യൂസ് ചെയ്യേണ്ടത്. ഇനി ദാറ്റ് മച്ച്, ദാറ്റ് മെനി എന്ന് പറയുന്നത് ഇത്രയൊക്കെ അല്ലേ. ഇപ്പൊ പണം, നിന്റെ കയ്യിൽ ഇത്രയൊക്കെ പണമുണ്ടോ? ഇങ്ങനെ പറയാറുണ്ടല്ലോ, നിന്റെ കയ്യിൽ ഇത്രയൊക്കെ പണമുണ്ടോ? ഇങ്ങനെ ഒരു ഇത്രയൊക്കെ എന്നുള്ള ഒരു സമയത്താണ് ദാറ്റ് മച്ച് ഓർ ദാറ്റ് മെനി യൂസ് ചെയ്യേണ്ടത്. ഡു യു ഹാവ് ദാറ്റ് മച്ച് മണി? ഡു യു ഹാവ് ദാറ്റ് മച്ച് മണി അല്ലേ? ഇപ്പൊ നമ്മൾ ദാറ്റ് മച്ച് യൂസ് ചെയ്തു. ഇപ്പൊ പുസ്തകങ്ങൾ പറയാറുണ്ട്, നീ ഇത്ര പുസ്തകങ്ങൾ വാങ്ങിയത് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നീ ഇത്ര പുസ്തകങ്ങൾ വാങ്ങിയത് എന്തിനാണ്? ഇത്രയൊക്കെ പുസ്തകങ്ങൾ എന്തിനാണെന്ന് പറയാറുണ്ടല്ലോ. ദാറ്റ് മെനി യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എണ്ണം പറയുന്ന ആ ഒരു സിറ്റുവേഷൻ. ഇപ്പൊ പണമായാലും പുസ്തകമായാലും പേനകളായാലും ഇങ്ങനെയുള്ള എണ്ണങ്ങൾ പറയുമ്പോൾ ദാറ്റ് മച്ച്, ദാറ്റ് മെനി യൂസ് ചെയ്യുക. ഊന്നി പറയുന്ന സമയത്ത് സോ യൂസ് ചെയ്യുക. അതുപോലെ അളവ്, സമയം, ദൂരം ഒക്കെ പറയുന്ന സമയത്ത് ദിസ് യൂസ് ചെയ്യുക, ഇത്ര എന്ന് പറയുമ്പോൾ. ഓക്കെ, ശ്രദ്ധിക്കാട്ടോ. ഇന്ന് പഠിച്ചത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല സെന്റൻസുകൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.